സബ്ജക്റ്റിലേക്ക് വരാം. ഈ ലോകം എന്ത് ചെറുതാണല്ലേ. ഇത്രയ്ക്കും അടുത്താണ് ഇവിടെ ഒബാമയെ കണ്ടിട്ട് വരും അമേരിക്ക പോയി ബാക്കിയൊക്കെ. സീനിയേഴ്സിനൊന്നും എനിക്ക് പേടിയില്ല. തേർഡ് ഇയറിൽ പഠിക്കുന്ന അമലേട്ടൻ നമ്പർ തന്നിട്ടുണ്ട്. റാക്ക് ചെയ്ത അപ്പ അമലേട്ടന്റെ പെണ്ണാന്ന് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. നിക്കടി അവിടെ. എന്താ ജൂനിയർ അല്ലേ, കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നാണോ? അല്ല, അരിയും മണ്ണെണ്ണയും വാങ്ങാൻ വന്നത്. കാർഡ് നിന്റെ അച്ഛൻ കൊണ്ടുവരും. ഹലോ ദിനേശ്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ കമ്പനിയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലായിരുന്നു? ആ പോസ്റ്റ് വേറെ ആൾ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ, താങ്കൾ കിട്ടിയില്ല. എന്നാ കിട്ടിയാലോ വിളിച്ചു പറഞ്ഞാ പോരെ, എന്നെ എന്തിനാ വിളിച്ചു പറയുന്നത്? ഒരു മനസ്സുഖം, കാറിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോ നമ്പർ കണ്ടു വിളിക്കാന്ന് കരുതി. ശരി, ഇപ്പൊ ഞാൻ എന്തിനു വേണം? ദിനേശ് ഇപ്പൊ എവിടെ നിൽക്കുന്നു? അവിടെ കാണാൻ കുഞ്ഞില്ല. പഠിച്ചോനെ, നല്ലൊരു ജോലി, കൈ നിറയെ പണം, വലിയൊരു വണ്ടി, അതിൽ നിറയെ പെണ്ണുങ്ങള്, എത്രയും പെട്ടെന്ന് നൽകണേ. ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ചേട്ടാ, ഞാൻ അപരാധ മീഡിയനാണ്. ഈ LGBT പറ്റിയുള്ള അഭിപ്രായം എന്താ? അത് മറ്റേ മാനസിക രോഗമുള്ള ആൾക്കാരുടെ സംഘടനയല്ലേ? അതെന്താ, അവര് മനുഷ്യരല്ലേ? അത് ഞാൻ പറയാം. ഇപ്പം ഞാൻ നാളെ രാവിലെ അശോക ചക്രവർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രസ് ഇട്ട് കോട്ടൊക്കെ ഇട്ട് കിരീടമൊക്കെ വെച്ച് വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഞാൻ അശോക ചക്രവർത്തിയാണ്? പോട്ടെ, താങ്കളുടെ അച്ഛൻ ഇന്നലെ വരെ താങ്കളുടെ അച്ഛനായിരുന്ന വ്യക്തി ഇന്ന് രാവിലെ പാമ്പാണെന്നും പറഞ്ഞ് തറയിൽ കിടന്ന് ഇഴഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പാലും മുട്ടയും കൊടുത്ത് അതിനെ മാളത്തിൽ കയറ്റി വിടോ, അതോ നല്ല ഡോക്ടറെ കാണിക്കോ? എവിടുന്ന് കണ്ടുപിടിച്ചിട്ട് തട്ടടാ. കടയ്ക്ക് ഫേമസ് ആണ് അപ്പൂസിന്റെ അപ്പച്ചട്ടി. അപ്പൂസിന്റെ പച്ചടിയാ? അതല്ല, അപ്പൊ ഇത് ഷഡ്ഡി കടയാണോ? അപ്പൂസിന്റെ അപ്പച്ചട്ടി. ചേട്ടാ, അപ്പൂസ്. യെസ്. എന്താ ഞാനാണ് അപ്പൂസ്. ചേട്ടാ, അപ്പൂസല്ല അപ്പൂസ്റ്റു. സോറി മക്കളെ, ഇടയ്ക്ക് പറ്റാറുള്ളതാണ്. ഇത് പച്ച ഷഡി എന്ന് പറഞ്ഞിട്ട് നീല പവളിട്ടാണ്. ചേട്ടാ, എത്ര നേരം അപ്പൂസ്റ്റും പറഞ്ഞിട്ട്? എന്താ ഞാനാണ് അപ്പൂസ്. എടാ മയിര്, നീയാണ് അപ്പൂസ്, ഞങ്ങൾക്ക് അറിയാം. നിന്റെ അപ്പൂസ് ഞങ്ങൾക്ക് വേണ്ട, വിർത്തുപോയി. എന്റെ പൊന്നിയായിട്ട് സമൂസ തരൂ. എനിക്ക് പൊളിയുണ്ടാ. പിന്നെയും വന്ന എന്നെ വീട്ടിൽ മൂസാന്നാണ് വിളിക്കുന്നേ. നിന്റെ കട മുടിഞ്ഞു പോടാ. കടി ചോദിച്ചാൽ അവൻ പറയായിട്ട് വരും. നമുക്ക് ഈ കടന്ന് ഞാൻ വിളിക്കാം. നീ പൈസ കൊടുക്കൂലേ? 10 രൂപ. എന്നാ 10 രൂപയ്ക്ക് എനിക്കൊരു സുലൈമാനി. ചേട്ടാ, മൂ സുലൈമാനി. നമ്മളാണ് ഈ സുലൈമാൻ. എടാ, വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. ആ, വണ്ടിയാകുമ്പോ പണിയൊക്കെ വരും. ആദ്യം തന്നെ ഈ വണ്ടിയുടെ ഒന്നും അറിയത്തില്ലായിരുന്നല്ലയാ. വണ്ടി പണിത് A to Z കാര്യങ്ങൾ ഞാൻ പഠിച്ചു. എങ്കിൽ വണ്ടിയുടെ A to Z P എന്താ? പേന ഇല്ലാത്തവന്മാരൊക്കെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങടാ. 2 പേനുണ്ടോ? ബോക്സ് ഇല്ലാത്തവന്മാരെല്ലാം ഇറങ്ങടാ. 2 ബോക്സ് ഉണ്ടോ? അച്ഛനെ വിളിച്ചോണ്ട് വരാത്തവന്മാരെല്ലാം ഇറങ്ങടാ ക്ലാസ്സിൽ നിന്ന്. 2 അച്ഛൻ ഇല്ല. സാന്ദ്രൻ ജന്മാശം എന്ന് പറഞ്ഞ ആരാടാ? തിലകൻ. ഏത് തിലകൻ? ഷമ്മി തിലകൻ. മോനെ, നീ എന്താ ഇരുന്ന് പിടയ്ക്കുന്നത്? എനിക്ക് ഇത്തിരി ശ്രദ്ധ കുറവാണ്, അതാ ഞാൻ ശ്രദ്ധിച്ചിരുന്ന് ഓടിക്കുന്നത്. ചേട്ടാ, ആരെ കൈയാണിക്കുന്നു? നീ തിരിച്ചാണിടാ. ചേട്ടാ, ഒതുക്കാൻ പറയുന്നു. എന്താ സാറേ, പോലീസാണോ? അല്ല, അമ്പലത്തിൽ പിരിവിന് വന്ന ഒരു 100 വന്നിട്ട് പോണേ. ഇന്നലത്തെ അസൈൻമെന്റ് ചെയ്യാത്തവരെ എണീച്ചാണ്. ഇറക്കി വിട്ടാ നേരെ വീട്ടിൽ പോക്കളയാ. ഓക്കെ. കറണ്ട് ഇല്ലേന് സാറേ. അന്ന് വെള്ളിത്തിരിയില്ലേ? തീപ്പെട്ടിയില്ല. ഇവിടെ പോയി പൂജാമുറിയിലായിരുന്നു. കേര എടുത്തൂടെ? കുളിച്ചില്ല. കുളിക്കാത്തത്? മോട്ടർ വെള്ളമില്ലായിരുന്നു. മോട്ടർ ഇട്ടൂടെ? അല്ലേ സാറേ പറഞ്ഞ കറണ്ട് ഇല്ലെന്ന്. ചേട്ടാ, ഒന്ന് അപ്പുറത്തിറക്കി തരും. ഒരാൾക്ക് പോലെ പെട്രോൾ എവിടെടാ? എടാ മോനെ, ഒരാൾക്കുള്ള പെട്രോൾ അല്ലേ? ബ്രില്യൻസ്. എങ്ങോട്ട് പോയി? തൊട്ടപ്പുറത്താണ് കേട്ടോ. തൊട്ടപ്പുറത്താണ് നടന്നു നോക്കിട്ടോ. എന്ത് ഉദ്ദേശിച്ചാണ് എനിക്കണം? തൊട്ടപ്പുറത്തല്ലേ? തൊട്ടപ്പുറത്തല്ല, കുറച്ച് ദൂരം ആക്കിയതാണ്. പക്ഷെ ഞാൻ തൊട്ടപ്പുറം വരെ ഉള്ളൂ. ചാവണ്ട മാരല്ല മേരി. തനിക്ക് ഭാവിയിൽ എത്ര കിറ്റുകൾ വേണം?
കിറ്റുകളോ റേഷൻ കട എന്നല്ല പറയുന്നതല്ല ചെയ്യുന്നത്, ചെയ്യുന്നതല്ല പറയുന്നത്, പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. ശിബുജി